അപ്പോൾ നമുക്ക് ഇതേക്കൂട്ട് ചൂലും മേടിക്കാൻ നല്ലത് നമ്മുടെ വീടുകളിൽ പാഴ്വസ്തുവായിട്ട് കളയുന്ന ഒത്തിരി അടിപൊളി സാധനങ്ങളുണ്ട്. അടിപൊളി സാധനമല്ല, കളയുന്ന സാധനമുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചൂല് ഉണ്ടാക്കി വെക്കാം. അതാണ് കരിയിലേക്ക് സിമ്പിളായിട്ട് അടിച്ചു കളയാൻ പറ്റും. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് ചൂലുണ്ടാക്കി വെക്കാമല്ലോ. അപ്പോൾ ദേ ഈ 3 കുപ്പികൾ വെച്ചാണ് നമ്മൾ ഇന്നത്തെ ചൂലുണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഇതൊരു കുപ്പി എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം. നമ്മൾ മുറിച്ചു ലെയറായിട്ട് ഇങ്ങനെ നമ്മൾ മൊത്തം മുറിച്ചെടുക്കാൻ പോകണം. ഇങ്ങനെ നമ്മൾ മുറിച്ചെടുക്കാൻ പോകണം. അപ്പോൾ ഇതുപോലെ ഈ 2 കുപ്പി നമുക്ക് ഇതുവരെ മുറിച്ചെടുക്കാം. നമ്മൾ ഈ കുപ്പിയുടെ ഇവിടെ വെച്ച് ഇങ്ങനെ കാണിച്ചിട്ടാണ് ഉണ്ടോ, ഇങ്ങനെ കാണിച്ചു പറഞ്ഞു. ഇനി നമ്മളിതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറ്റിയിട്ട് കൊടുക്കും. ഓക്കെ, അതിൻ്റെ രീതി നമ്മൾ ഇതുപോലെ ഇങ്ങനെ കയറ്റി കൊടുക്കും. ഉണ്ടോ, അതിൻ്റെ ഇവിടെയാണ് നമ്മൾ സ്ക്രൂ ചെയ്യണം പോകണം. ഉണ്ടോ, ഇവിടെ സ്ക്രൂ ചെയ്യണം. ഓക്കെ, നമ്മൾ മെഴുതിരി കത്തിച്ചേക്കാണ്. മെഴുതിരി കത്തിച്ചിട്ട് നമുക്ക് ഈ കുപ്പിയുടെ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ട് നമുക്ക് ഈ കുപ്പിയുടെ ഇവിടെ ഒന്ന് തുളച്ചു കൊടുക്കാം. ഉള്ളിലത്തെ കുപ്പി എല്ലാം തുറയണം കേട്ടോ. ഒന്ന് തുളഞ്ഞ് ഇപ്പുറത്തേക്ക് വന്നു. അതുപോലെ നമുക്ക് സെയിമായിട്ട് ഇപ്പുറത്തേക്ക് തുറക്കാനുണ്ട്. നേരെ ഉണ്ടോ, ഇവിടെ ആണെങ്കിൽ നിന്ന് തുളച്ച് നോക്കാം. നമ്മൾ 3 കുപ്പിയാണ് എടുത്തേക്കുന്നത്. 3 കുപ്പി തുളഞ്ഞു കേട്ടോ. ഇത്ര മതി. ഉണ്ടോ, സെറ്റായി. ഓക്കെ, നമ്മൾ ആണി ചെയ്തുള്ള കയറ്റി. ഇതൊരു പഴയ വാഷറാണ്, വീട്ടിൽ പഴയതായിട്ട് കിടന്ന് കൊള്ളാതിരുന്ന വാഷറാണ്. അതെടുത്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ മുറുക്കി കൊടുക്കും. ഇനി വേണം ഇതുപോലെ ഒരു പ്ലെയർ വെച്ചിട്ട് നമുക്ക് ഉണ്ടോ ചിനിയാനുണ്ടോ അടിവശം നല്ല സെറ്റായിട്ട് വരും. നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞ് ചൂലിൻ്റെ ഒരു ആകൃതിയിൽ വരും. ഉണ്ടോ, ശരിക്കും നമ്മൾ മുറിക്കിടക്കണം കേട്ടോ, നന്നായിട്ട്. ഉണ്ടോ, ഇതുപോലത്തെ ഇപ്പോൾ വലിയ നമ്മുടെ 1.5 ലിറ്ററിൻ്റെ കോളം അടിക്കുന്ന കുപ്പി, അങ്ങനത്തെ വലിയ കുപ്പികളൊക്കെ ഇല്ലേ, അതേക്കൂട്ട് കുപ്പികളുണ്ടെങ്കിൽ സിമ്പിളായി. ഇത് നമ്മൾ ചെറിയ വെളിച്ചെണ്ണ കുപ്പിയാണ്. പിന്നെ ഇതൊരു കോളയുടെ ചെറിയ 1/2 ലിറ്റർ കുപ്പിയാണ്. 1 ലിറ്ററിൻ്റെ കുപ്പി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ചെറിയ നല്ല സെറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. മുറി സെറ്റായുണ്ട്. ഉണ്ടോ, സെറ്റായിട്ട് ഉണ്ടോ, ഉണ്ടോ. ഇനി നമുക്ക് ഇതിനൊരു ഹാൻഡിൽ കൂടെ ഫിറ്റ് തുറക്കണം. അതാണ് ഇത് സെറ്റാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇതുപോലൊരു കോലാണ് എടുത്തേക്കണേ. ഇനി കോലില്ല, കുനിയെ കിടന്ന് അടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആരും ബുദ്ധിമുട്ടുണ്ട്. അതെ, ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹോളിലേക്ക് ഈ കോല് നമ്മളിങ്ങോട്ട് സെറ്റ് കൊടുക്കാൻ പോകണം കേട്ടോ. സിമ്പിൾ ചെയ്തേ പിള്ളേർക്ക് വേണമെങ്കിൽ പിള്ളേർക്ക് ഉണ്ടാക്കാം, നമുക്ക് വലിയവർക്കൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് സാമ്പിൾ ഓരോ ഉണ്ടാക്കി കാണിച്ചാണ്. കാരണം ഇതുപോലെ വലിയത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വേറെ. കണ്ടോ, ഇത്ര സമ്പാദനമുള്ളൂ. കണ്ടോ, കോലും കണ്ടോ, നല്ല നീട്ടുണ്ട്. കണ്ടോ, സിമ്പിളായിട്ട് അടിക്കാൻ പറ്റും. അപ്പോൾ നല്ല ഞാൻ പറഞ്ഞു നിങ്ങളോട്, വലിയ കുപ്പി ഉണ്ടെങ്കിൽ വലിയതായിട്ട് നല്ല അടിപൊളി ഉണ്ടാക്കാൻ പറ്റും. ഇത് നമ്മൾ ചെറിയ രീതിയിൽ സാമ്പിളായിട്ട് ഉണ്ടാക്കി കാണിച്ചാണ്. നല്ല രീതിയിൽ നല്ല അടിപൊളി കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഇതിൻ്റെ ലെയർ ഇച്ചിരി ചെറുതായി കഴിഞ്ഞാണെങ്കിൽ നല്ല അടിപൊളിയാവും. അപ്പോൾ നമുക്കൊന്ന് അടിച്ചു നോക്കാം, അങ്ങനെ ഇലയൊക്കെ പോകുന്ന നോക്കാം. ഓക്കെ, അപ്പോൾ നിനക്ക് അടിക്കാൻ ബുദ്ധിമുട്ടാണ്, ചൂല് വേണമെന്നല്ല പറഞ്ഞേ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ സംഭവമുണ്ട്. ഈ നീട്ടം കുറഞ്ഞൊന്നും പറയണ്ട, എന്നാൽ അടിച്ച് കാണിച്ചു കൊടുത്തേ. കണ്ടോ, ചുക്കിലി വല വേണമെങ്കിൽ തൂക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. കണ്ടത് കാണിച്ചത് തുമ്പ് കാണിച്ച് കണ്ടോ, കണ്ടോ, സിമ്പിളായിട്ട് നമുക്ക് അടിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. കണ്ടത് നിന്നുകൊണ്ട് തന്നെ അടിക്കാം. നേരെ അടിച്ച് ഈ പൊക്കം കുറഞ്ഞു എന്ന് പറയുന്നത് വേണമെങ്കിൽ നീട്ടം കുറയ്ക്കാം. കണ്ടോ, സിമ്പിളായിട്ട് അതിൻ്റെ പാട് പോകുന്നുണ്ട്. കണ്ടോ, അതിലേക്ക് പോകുന്നുണ്ട്. കണ്ടോ, 2 സൈഡിലേക്കും തിരിച്ചു വെച്ചിട്ട് അടിച്ചു നോക്കി. ഞാനുണ്ട് നോക്കാലോ. അതെ, അതിലേക്ക് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. കണ്ടോ, കൊള്ളാം. ചുക്കിലായിട്ട് തൂക്കുകയും ചെയ്യാൻ ഉണ്ടാവും.
കാടൊക്കെ അടിച്ച് ഇലയൊക്കെ നേരെ വലിയ ഇലയൊക്കെ അടിച്ച് കാണിച്ചു കൊടുത്ത് അങ്ങനെ ഉണ്ട് നോക്കാമല്ലോ ഉണ്ടോ നല്ല ക്ലിയർ ആയിട്ടോ വഴിയൊക്കെ ക്ലിയർ ആയിട്ട് അടിച്ച് ഉണ്ടോ കൊള്ളാലോ. ഇപ്പോൾ നിങ്ങൾക്ക് നീട്ടം കൈക്ക് നീട്ടം കൂടുതലാന്ന് തോന്നുകയാണെങ്കിൽ കമ്മിൻ്റെ കുറച്ച് നീട്ടം കുറച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഉണ്ടോ അത് ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട്. ഉണ്ടോ ഇത്ര നല്ല ചൂല് 5 പൈസ മുടക്കില്ലാതെ എവിടെയും ചെയ്യാൻ പറ്റുമോ, ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മൾ സാമ്പിൾ ഉണ്ടാക്കി കാണിച്ചാട്ടോ, സാമ്പിൾ ഉണ്ടാക്കി കാണിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലാണ് നല്ല അടിപൊളി വലിയ കുപ്പി 1 ലിറ്ററിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും കുപ്പിയൊക്കെ വേണമെങ്കിൽ കണ്ടത് ഇത് സംഭവം കണ്ടോ കണ്ടോ കണ്ടത് ഇതാണ് ഇതിൻ്റെ കണ്ടോ അത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ചൂല് പോലെ തന്നെ സെറ്റായിട്ടിരിക്കും. കണ്ടോ അതാണ് അതിൻ്റെ സെറ്റപ്പ്. ചുക്കുലുവല നമ്മുടെ ഇവിടെ ചുക്കുലുവല ഉണ്ടല്ലോ, ആ സൈഡിലുണ്ടോ ചുക്കുലുവല ഉണ്ടല്ലോ. കണ്ടോ അങ്ങനെ ചുക്കുലുവലയൊക്കെ ഇപ്പോൾ കൊക്കയില കാണിക്കണേ. അന്നേരം നിങ്ങൾ കൊക്കയില ചുക്കുലുവല ഇരിക്കണമെന്ന് നോക്കണ്ട. അതിനകത്ത് ഈ ചിലന്തി വലയൊക്കെ ഉണ്ട്, അങ്ങനെ തൂക്കാൻ കണ്ടത്. ഇത്ര ഹൈറ്റിൽ നിന്നാണ് തൂക്കണം. കണ്ടോ ഇത്ര ഹൈറ്റിൽ നിന്ന് നമുക്ക് തൂക്കാൻ പറ്റും. കണ്ടോ 2 ഉപയോഗമുണ്ട് അല്ലേ? അപ്പോൾ ഈ സാധനം നമുക്ക് കണ്ടോ 3 കുപ്പി വെച്ച് ഉണ്ടാക്കിയാണ്. കണ്ടോ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നത് കാണിച്ചു കൊടുത്ത്. സൈഡിൽ സ്ക്രൂ ഒക്കെ ഇട്ട് കണ്ടോ, ഇപ്പുറ സൈഡിൽ സ്ക്രൂ ഒക്കെ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റുള്ളവരേക്ക് എത്തിക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഉള്ള വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് ഇനി വരും. അതുവരെ എല്ലാവർക്കും ബൈ.